ഇത് മോദിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ് നരേന്ദ്രമോദി സാധിച്ചെടുത്തത്? ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അതായത് ഇന്ത്യയും ചൈനയും ശത്രുക്കളായി നിലനിൽക്കണം എന്നുള്ളത് പാശ്ചാത്യ ലോകത്തിൻ്റെയും അമേരിക്കയുടെയും എല്ലാ കാലത്തെയും വലിയ ചിരകാല ആഗ്രഹമാണ്, സ്വപ്നമാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡൊണാൾഡ് ട്രംപിനോട് പല അമേരിക്കക്കാരും പല വിദഗ്ധരും ഉപദേശിക്കുന്നുണ്ട്, ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്, ഇന്ത്യയും ചൈനയും ഒന്നിക്കരുത് എന്നുള്ളത്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് വേണ്ടത് എന്താണ്? പാകിസ്ഥാന് വേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞ് ഡീൽ ഉറപ്പിച്ചിട്ടുള്ള ആ യുദ്ധവിമാനങ്ങളാണ്. അത് ചൈന കൊടുക്കാമെന്ന് പറഞ്ഞ യുദ്ധവിമാനങ്ങളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് കിട്ടിയാൽ മാത്രമേ പാകിസ്ഥാൻ്റെ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഏതാണ് ആ യുദ്ധവിമാനം? ദക്ഷിണേഷ്യൻ വ്യോമ ചലനാത്മകതയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ നൂതന J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ 40 എണ്ണം പാകിസ്ഥാന് കൊടുക്കാമെന്ന് ചൈന പറഞ്ഞിരുന്നു. ഇതെന്തുകൊണ്ടാണ് കൊടുക്കാം എന്ന് ചൈന പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകൾ കൂടുതലും ഗോപ്യമാണ്, എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കലാണ്. ഇത് പുറത്തേക്ക് അധികം വന്നിട്ടില്ല, എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ 2024 സുഹായ് എയർ ഷോയിൽ അനാച്ഛാദനം ചെയ്ത J-35 നിരീക്ഷിക്കാൻ കഴിയാത്ത സവിശേഷതകളാണുള്ളത്. ഈ AESA റഡാറുകൾ, ആന്തരിക ആയുധ ബേകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. സ്റ്റെൽത്ത് കയറ്റുമതികൾ പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള ചൈനയുടെ ശ്രമമായി ഇതിനെ നിലകൊള്ളിക്കുന്നുവെന്നാണ് ഇപ്പോൾ വെസ്റ്റേൺ മീഡിയാസ് ഒക്കെ എഴുതുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, ഇപ്പോൾ ചൈന അത് കൊടുക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇത് നരേന്ദ്രമോദി നടത്തിയ ബാക്ക്ഡോർ സംവാദത്തിൻ്റെ ഭാഗമാണ് എന്ന് ജപ്പാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയും ചൈനയും, അതായത് ഇന്ത്യ പറയുന്ന രീതിയിലേക്ക് ചൈന കേൾക്കുന്ന ഇന്ത്യ പറയും ചൈന കേൾക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. പ്രധാനമായും മറ്റ് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും, അതായത് കമ്മ്യൂണിസ്റ്റുകാരും SDPI ും മതമൗലികവാദികളും ചൈനയുമായി ഇന്ത്യ അടുക്കുമ്പോൾ ചൈന ഇതാ ഇന്ത്യയുടെ കാല് പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നിരുത്തരവാദപരമായിട്ടുള്ള, അത് അവരുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമായിരിക്കാം, നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കിയത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവർ കിടന്ന് അറുമാദിക്കുന്നത് കണ്ടു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും വലിയൊരു നയതന്ത്ര വിജയമാണ് ഇതിൽ നേടിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.